സൂപ്പറായിരുന്നു, അടിപൊളി. ആക്ച്വലി ഞാൻ ആന്ധ്രാണ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ആൾമോസ്റ്റ് 20 വർഷമായി. തെലുങ്ക് പടം കാണാനായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി తెలుగాను కన్నదే. అది నేను తెలుగులో చెప్పాలంటే చాలా బాగుంది మూవీ. ఎంత బాగుందంటే యాక్చువల్గా పెర్ఫార్మెన్స్ సూపర్, తర్వాత డ్యాన్స్ చాలా బాగుంది. తర్వాత అర్థం చేసుకోవాల్సింది ఏంటంటే మనిషి అన్నాక ఏదో ఒకటి సాధించాలి. సాధిస్తేనే మనకి జీవితంలో ఒక పేరు గుర్తింపు ఉంటాయి. అలాగే మనం పుట్టిన ఊరికి మనం ఎప్పుడన్నా ఏదో ఒకటి చేయాలి. ఇప్పుడు చాలామంది ఎన్ఆర్ఐలు ఉన్నారు, విదేశాలకు వెళ్ళిపోతున్నారు, ఊర్లకి ఏం చేయట్లేదు. చాలామంది చేస్తారు, కానీ ఎప్పుడు కూడా మనం పుట్టిన ఊరికి మనం ఏదో ఒకటి చేయాలి, చేస్తేనే మనకు గుర్తింపు ఉంటుంది అనేది బాగా నాకు అర్థమైంది. ఇక మీద నేను కూడా ఏదైనా చేయాలని ఒక ഇൻട്രസ്റ്റ് പെట్టుకున్నాను. താങ്ക് യു സോ മച്ച്. സൂപ്പർ ഹാപ്പിയാണ്, സൂപ്പർ ഹാപ്പി. പെഡി കൊള്ളാം കൊള്ളാം എന്ന് വെച്ചാൽ അഭിനയ ഗെയിം ചേട്ടൻ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും അടിപൊളി സിനിമയാണ്. രാംചരൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാം, എന്തായാലും കൊള്ളാം. അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അത് ഒരു 2.25-3 മണിക്കൂർ താഴെ ആക്കായിരുന്നു. ഇടയ്ക്ക് ലാഗുണ്ട്, അല്ലാതെ കുഴപ്പമില്ല. കൊള്ളാം, കണ്ടുപോകാൻ പറ്റും. പിടിച്ചെന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ താഴത്തായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം കുറച്ചും കൂടെ ചെറുതാക്കിയാൽ നല്ലതായിരുന്നു. എല്ലാവരുടെ പാട്ടൊക്കെ കൊള്ളായിരുന്നു. ജാൻവിയും കൊള്ളായിരുന്നു, നല്ല ഇതായിരുന്നു. ഇഷ്ടപ്പെടും. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ ഏത് തെലുങ്ക് മൂവി ആണെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻസ് വേണ്ടത്. പക്ഷേ രാം ചരൺ ഉഗ്രമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതിൽ വേറൊരു സംശയം വേണ്ട. പക്ഷേ ആ ഒരു ഡയറക്ടർ രാം ചരണിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തില്ല, അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആരും ആ സിനിമയിൽ ഈവൻ ജാൻവീർ കപൂറിനൊക്കെ പോർട്രേ ചെയ്തേക്കെന്ന് വെച്ചാൽ അത് പഴയ രീതിയിലുള്ളത് ഭയങ്കര ഒരു വൾഗർ പോർട്രയൽ ഓഫ് ഒരു വുമൺ പോലെ. അല്ലെങ്കിൽ സെൻഷ്വാലിറ്റി സെൻഷ്വസായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര മോശപ്പെട്ട ഒരു രീതിയിൽ അത് പക്ഷെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ജാൻവി കപൂറും കൂടെ നിന്ന് കൊടുത്തല്ലോ ആക്ട് ചെയ്യുന്ന. കമേഴ്ഷ്യൽ മൂവിയാണ്, മനസ്സിലാക്കാം. പക്ഷെ എന്നാലും പറഞ്ഞ പോലെ രാംചരൺ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ഡയറക്ടർ എന്താണ് പറ്റിയ എഡിറ്റിങ്ങിനാണോ? പിന്നെ എ റഹ്മാൻ എത്ര വേണമെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാം. എ റഹ്മാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല മറ്റേതും. ബട്ട് ഇഫ് ഹി ഹാസ് ടു ഇമ്പ്രൂവ് ഓൺ ഹിസ് മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും ബാക്കി എന്തായിരുന്നാലും ഒരു ക്ലിക്കാവുന്നില്ല. എന്നുവെച്ചാൽ എ റഹ്മാൻ്റെ പഴയ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുമ്പം ഒരു പുതുമയുണ്ട്. ഇപ്പോഴത്തെ പാട്ടുകൾ അത് ഒരു രീതിയിലും എ റഹ്മാൻ എന്ത് പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിംഗ് ടീമിനാണോ അതെന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷേ ഓവറോൾ മൂവി ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് പോലും എനിക്ക് അറിഞ്ഞു. പിന്നെ ഹാർഡ് കോർ രാം ചരൺ ഫാൻസ് അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ ഞാൻ കണ്ടത് തെലുഗു വേർഷനും കൂടെ ആയിരുന്നു, നല്ല കട്ടി തെലുങ്ക് കൂടെ ആയിരുന്നു. ഇച്ചിരി ഫോളോ ചെയ്യാൻ പ്രയാസപ്പെട്ടു. എന്നാലും അതിൻ്റെ ഒരു അതെ. പക്ഷേ വേറെ ആരും നല്ലപോലെ പെർഫോം ചെയ്തില്ല ആ സിനിമയിൽ. രാം ചരൺ മാത്രമേ ഉള്ളൂ. ഫിസിക്കും അതേ പറഞ്ഞു കംപ്ലീറ്റ്ലി. അതാ ഞാൻ പറഞ്ഞ ആസ് എൻ ആക്ടർ അയാൾക്ക് എന്ത് ഈ ഒരു പ്രോജക്റ്റിന് കൊടുക്കാൻ പറ്റുമോ അയാൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡയറക്ടറായിരുന്നാലും വേറെ ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. ആക്ടറിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പോലും തോന്നുന്നു. അത്ര 3 മണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടങ്ങ് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി ഒരു നിയർലി 20-25 മിനിറ്റ്സ് ലേറ്റായിട്ട് വന്നു. ഞാൻ വെച്ചാൽ അയ്യോ മിസ് ചെയ്തല്ലോ. പക്ഷേ എനിക്ക് ഒരു റിഗ്രറ്റ്സും ഇല്ല, അത്ര സമയം ലാഭിച്ചു എന്നുള്ള ഇതുമാണ്. പിന്നെ ഒബ്വിയസ്ലി രാംചരൻ്റെ ആ എഫേർട്ടിന് ഹാറ്റ്സ് ഓഫ് ടു രാംചരൺ. പക്ഷേ എന്നാൽ എനിക്കൊന്ന് അങ്കിളിനെയും അച്ഛനെയും പോലെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പവൻ കല്യാൺ ആയിരുന്നാലും ചിരഞ്ജീവി ആയിരുന്നാലും ഫ്ലോപ്സ് വരികയാണെങ്കിൽ ഉടനെ ഒരു പഠിച്ചിട്ട് വേറൊരു പ്രോജക്റ്റിലേക്ക് പോകുന്നു. ഇതിപ്പോൾ മറ്റേ ഗെയിം ചേഞ്ചർ കഴിഞ്ഞിട്ട് ഒരുപാട് ബഡ്ജറ്റ് ഇത്രയും ബഡ്ജറ്റ് ഇട്ടിട്ട് എനിക്ക് ഈ സിനിമ വളരെ ചീപ്പായിട്ടാണ് തോന്നിയത്. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ആക്ഷനിൽ ഇതായിരുന്നാലും മറ്റേതിലൊക്കെ ആയിരുന്നാലും ഓവർ ദ ടോപ്പൊക്കെ ആക്കി അല്ലെങ്കിൽ ഒരു പാട്ട് രജിസ്റ്ററാണ്, ഒന്നും രജിസ്റ്റർ ആയില്ല. രജിസ്റ്റർ ആയിട്ടുള്ള രാംചരൺ മാത്രമാണ്. പടം കുഴപ്പമില്ല. എന്നുവെച്ചാൽ തെലുങ്ക് പടം പോലെ ഭയങ്കര മാസമായിട്ടുള്ള അങ്ങനെ പടമല്ല ഇത്. ഇങ്ങനെ കണ്ടന്റ് പറഞ്ഞു പോകുന്ന അങ്ങനെ ഒരു പടമാണ്. രാംചരൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്, എല്ലാം കൊണ്ടും കൊള്ളാം. ഡ്യൂറേഷൻ പക്ഷെ അത്ര ഉള്ള പോലെ തോന്നിയില്ല. അങ്ങനെയല്ല, ഇറങ്ങിയപ്പോഴേ 9 മിനിറ്റ് ഇല്ല 3 മണിക്കൂർ അത്രേ ഉള്ളെന്ന് തോന്നി.
എന്നാലും കുഴപ്പമില്ല പടം. പിന്നെ അത്രയ്ക്ക് മാസ് രീതിയിലുള്ള പടമല്ല, ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. രാംചരൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് പടമാണ്. ബാക്കി റഹ്മാൻ്റെ മ്യൂസിക് ആയാലും കൊള്ളായിരുന്നു. BGM ഒക്കെ കുറച്ച് നാളായിട്ട് വലിയ ഇതില്ലായിരുന്നല്ലോ, ഇതിൽ നല്ല രീതിക്കുണ്ട്. എന്നാലും ബുജിബാബു കയറുമായിരിക്കും. സ്ക്രിപ്റ്റ് മെയിനായിട്ട് ഇങ്ങനെ കണ്ടന്റ് ഒരു ഭയങ്കര അങ്ങനത്തെ പടമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു രീതിയിലെ പടം. അത് രാംചരൻ്റെ 100%. പുള്ളിക്കൊരു അഭിനേതാവ് രീതിയിൽ ഇഷ്ടപ്പെട്ട ആ രീതിയിൽ പുള്ളി ചെയ്ത് അങ്ങനത്തെ ഇതേ ഉള്ളൂ, അല്ലാതെ മാസ് അങ്ങനെ സാധനമല്ല.